देश विदेश की सभी महत्वपूर्ण समाचारों से अवगत रहने के लिए दार्शनिक समाचार के साथ बने रहें। Hey guys, അപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗണിൽ ഫുള്ള് ബസ്സള guys. Hey guys, അപ്പോൾ ചൂറ് ബസ്സല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് ഇവിടെ ബസ്സള എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ല വെക്കുന്നത്, പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ടിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. അതായത് ഞാൻ എന്റെ വീട്ടിൽ വെക്കുന്ന കാര്യം പറയുന്നില്ല. കുറച്ച് ബഗിടപ്പയർ, തക്കാളി, നീരുള്ളി, ഒരു പച്ചമുളക്. ഇനി ബഗിടപ്പയർ എന്ന് പറയും പയറിന്. അതിനെ വേഗം വെക്കുക. പിന്നെ ഇതിനുള്ള അരപ്പിന് തേങ്ങ എടുക്കുക. അതായത് എത്ര തേങ്ങ വേണോ അത്ര തേങ്ങ എടുക്കുക. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, കൊത്തമ്പാരി പൊടി, ഗരം മസാല, പിന്നെ 4-5 മുളകില്ലേ ചുട്ടിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി അനുസരിച്ചിട്ടിട്ടാൽ മതി. ഒരു പച്ചമുളക് ഇട്ടിട്ട് അതിനെ അരച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മളെ ബഗിടപ്പയർ വേകുമ്പോക്ക് നമ്മൾ ബസ്സള ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ. ബസ്സള വേഗം കുറെ ടൈം വേണ്ട. ബസ്സള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നോക്കിയിട്ടിടാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്ര അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ ഇതിന് കടു വറുക്കുന്നില്ലേ, വെള്ളുള്ളിയും കടും, പിന്നെ ഒരു 2 മുളക് ഇടിമുളകിനെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല അങ്ങനെ കടു വറുത്തിനാകുമ്പോൾ വേറെ തന്നെ മണം വരും. പിന്നെ കരിയാമ്പ് ചപ്പല് ഞാൻ അതിന്റെ മീത്തൊക്കെ ഇടുന്നത് കടു വറുത്തിട്ടായിട്ട് അതൊരു കരിയുന്ന എണ്ണയില്. അങ്ങനെ ഞങ്ങളെ ബസ്സള കറിയുടെ റെഡി ആയി. നല്ല ബസ്സളന്റെ തണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ ഞം തിന്നു. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കാം ഇതേപോലെ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പൊ ടാറ്റാ.